പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 12 നമ്മുടെ ഹീലിംഗ് ആൻഡ് റിവൈവൽ ഫെസ്റ്റിവലിൻ്റെ 4ാം ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട വ്യാഴാഴ്ച പ്രഭാതത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച കൃപകളെ ഓർത്ത് ആ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും അപ്പം ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. യാത്രകളിലൊക്കെ അങ്ങയുടെ കൃപ കൂടെ ഇരുന്നതിന് സ്തോത്രം. ദൂതന്മാർ ഞങ്ങളെ കാവൽ ചെയ്തതിന് അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ആരോഗ്യത്തോടെ ഞങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്, രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമത്തിൽ സകല നാമത്തേക്കാളും മേലായ നാമമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേ ആരാധിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആ വലിയ സ്നേഹമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള ഞങ്ങളുടെ അപ്പയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള അപ്പൻ്റെ ദയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിടരായുള്ള സൗഖ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനം ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, വേദനകൾ മാറിപ്പോകട്ടെ. കാലിൻ്റെ അടിയിലുള്ള വേദന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞരമ്പിലുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസ് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരം വിട്ട് പുറത്ത്. സ്മോൾ ജോയിൻസിനുള്ള വേദനകൾ, സ്മോൾ ജോയിൻസിനുള്ള നീർക്കെട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയുടെ പുറകു ഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ കർത്താവായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ട്യൂമറുകളും അപ്രത്യക്ഷമാകട്ടെ. ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, നന്ദി. ബ്ലഡിനകത്ത് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യവും സ്വസ്ഥതയും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. വിവാഹാലോചനകൾ തക്ക സമയത്ത് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ചില മിറക്കിൾസ് സംഭവിക്കട്ടെ. അമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ അനുയോജ്യമായ പ്രപ്പോസലുകൾ വരുന്നതിന് സ്തോത്രം. പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് നോർമൽ ഡെലിവറി ഉണ്ടാകട്ടെ. അമേൻ. എല്ലാ കോംപ്ലിക്കേഷനുകളും മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ലോകവ്യാപകമായൊരു റിവൈവൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് അല്പം നേരത്തെയാണ് തുടങ്ങുന്നത്. ഇന്ത്യൻ സമയം
8 മണിയാകുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങും. അത് 8 തൊട്ട് 10 വരെയാണ്, ഇന്ത്യൻ സമയം 8 തൊട്ട് 10 വരെയാണ് ഇന്നത്തെ മീറ്റിംഗ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. കഴിഞ്ഞ 3 ദിവസം വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ നാളത്തെ സഭായോഗം ഇന്ത്യൻ സമയം രാവിലെ 8:15 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ ഇതിന് നമുക്കൊരു ടൈറ്റിൽ കൊടുത്താൽ പറയാം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. അനാവശ്യമായ വാക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അനാവശ്യമായ ഡിസ്കഷനുകൾ ഒഴിവാക്കുക. അനാവശ്യമായ ടോക്കിങ്സ് ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക്, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ നല്ലതാണ്. അതായത് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ എന്തുണ്ടാകണം? കേൾക്കുന്നവർക്ക് ഒരു കൃപയുണ്ടാകാൻ ഇടവരണം. അതിന് ആവശ്യമായ ആത്മീക വർധനയ്ക്ക് ആവശ്യമായത് അല്ലാത്തത് ഒന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരരുതെന്നാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ സത്യമായത് മാത്രം പറയുക. എഫേസ്യ ലേഖനം 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആമേൻ ഇടയാകും. അപ്പം സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ദയയുള്ളവരായിരിക്കണം, ആർദ്ര ഹൃദയമുള്ളവരായിരിക്കണം, ക്ഷമിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ പരിപാലിക്കുകയും അവരുടെ കഷ്ടതകളിൽ അവരോടൊപ്പം കഷ്ടപ്പെടുകയും അവരോട് സഹതാപം കാണിക്കുകയും അവരുടെ ഭാരങ്ങളിൽ അവരോട് കൂടെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഈ വാക്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫേസ്യ ലേഖനം 4:32 വായിച്ചു. ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ തമ്മിൽ എന്നാ കാണിക്കണം? ദയ കാണിക്കണം. ഒരുത്തൻ മറ്റൊരാളോട് ദയുള്ളവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് എങ്ങനെ ക്ഷമിച്ചോ, നമ്മുടെ ഒരു പാപം പോലും ബാക്കി വെക്കാതെ നമ്മുടെ സകല പാപങ്ങളും പിതാവ് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളോട് ക്ഷമിച്ചു. ഒന്നും ബാക്കി വെച്ചില്ല. നമ്മൾ യേശുവേ എന്ന് വിളിച്ച നിമിഷം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. ഒറ്റ പാപം പോലും ബാക്കി വെക്കാതെ എല്ലാം നമ്മളോട് ക്ഷമിച്ചു. എന്നിട്ട് പറയാം, ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം? ക്ഷമിക്കുന്നവരായിരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് പറയുന്നു. ആമേൻ. ആവശ്യമായ ആത്മീക വർധനയ്ക്കുള്ളത് സംസാരിക്കണം. അനാവശ്യമായ ഡിസ്കഷനിൽ ഈ ഫോണൊക്കെ വിളിച്ച് ഒത്തിരി ലോങ് ടൈം സംസാരിക്കരുത്. അത് നമ്മുടെ ലംഘനങ്ങൾ ഉണ്ടാക്കും, കുറവുകൾ വരും. അത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും അഴുക്കാണ്. അത് തന്നെയല്ല, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ലക്ഷ്യം വേണം. എന്നോട് സംസാരിക്കുന്ന വ്യക്തിക്ക് ആത്മീക വർധന ഉണ്ടാകണം. അവർ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനിട വരണം. അവർക്ക് യേശുവുള്ള വിശ്വാസം വർദ്ധിക്കുവാനിട വരണം. അല്ലാതുള്ള ഡിസ്കഷനുകളെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക. 2-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം. ആമേൻ. ദയയുള്ളവരായിരിക്കണം, ആർദ്രത ഹൃദയമുള്ളവരായിരിക്കണം. ആമേൻ. നമ്മൾ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ഇടർച്ചകൾ വരാതെ, മറ്റുള്ളവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും, നമ്മൾ മുഖാന്തരം അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും, അവരുടെ ക്രിസ്തുവിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും ഇടവരണം. സോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുക. കർത്താവിൻ്റെ വരവ് വേഗത്തിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ആമേൻ, ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായി ആമേൻ ഭൂമിയിലായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ ആവശ്യമായത് മാത്രമേ സംസാരിക്കാവൂ. ആരോടാണെങ്കിലും അനാവശ്യമായ ഡിസ്കഷനുകളും അനാവശ്യമായ സംസാര രീതികളും ഒഴിവാക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.